നമസ്തേ, സ്വാഗതം. ബീറ്റൺ ഓർഗാനിക്സിന്റെ 165ാമത് എപ്പിസോഡിലേക്ക്. വനസ്പതി വർഗത്തിൽപ്പെട്ട ദീർഘായു വൃക്ഷങ്ങളിൽ ഒന്നാണ് കേട്ടോ സാലം, സാലിക, യക്ഷിണി എന്നൊക്കെ പറയുന്ന കരിമ്പന തയ്യ്. പണ്ട് യക്ഷികളുടെ ആവാസ വ്യവസ്ഥയാണെന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസവും അല്ലെങ്കിൽ ഒരു പേടിപ്പിക്കുന്ന ഒരു ഇമേജ് നമ്മുടെ പനയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഈ പന എന്ന് പറയുന്നത് ഒരു വേര് മുതൽ ഇല വരെ ഔഷധമായിട്ടുള്ള ഒരു സസ്യമാണ്. പനവർഗത്തിൽപ്പെട്ട ഒരു ഒറ്റത്തടി വൃക്ഷമാണ്. 18ഓളം പനോളുണ്ട്. അതിലിപ്പോൾ നമ്മൾ പറഞ്ഞത് കരിമ്പനേനെ പറ്റിയിട്ടാണ് കേട്ടോ. വളം കൊണ്ടുപോകാനുള്ള വട്ടിയോള്, കൊട്ടോള്, പുരമെയ്യാൻ, കാളവണ്ടി പുര കെട്ടാൻ, താളിയോല് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കാൻ, ഗൃഹോപകരണങ്ങൾ ഉണ്ടാക്കാൻ, ഉത്തരം കഴുക്കോല് ഒക്കെ ഉണ്ടാക്കാനാണ്. തൊഴുത്തിൻ്റെ തറ, ഈ നമ്മുടെ പാത്തി, കരിമ്പന പാത്തി വിരിക്കുക പറയും. കന്നാലികൾക്ക് വാദം ഉണ്ടാവാണ്ടിരിക്കാനേ. സിമെൻ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പടിച്ചിട്ട് വാദം വരും കാലിന്. അപ്പം കന്നാലികൾക്ക് വാദം ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഈ തൊഴുത്തിൻ്റെ ഒക്കെ തറയിൽ പണ്ട് കരിമ്പനയുടെ പാത്തിയാണ് വിരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. വളരെ നല്ലതാണ്. ഔഷധ ഗുണം നമ്മൾ എത്ര പറഞ്ഞാലാണ് മതിയാവുക എന്നറിയില്ല, എത്രയുണ്ട്. കരിമ്പന, ആനപ്പന, ഈന്തപ്പന, എണ്ണപ്പന, ആഴാന്തൽ പന, ചൂണ്ടപ്പന, നെയ്തൽ പന, കൊള്ളംപന, അടയ്ക്കാപ്പന, നിലപ്പന, കൊടപ്പന, വള്ളിപ്പന, പാലിപ്പന, കുറിഞ്ഞിപ്പന, ഇങ്ങനെ പല പനകളും ഉണ്ട്. അല്ലെ ഈ കൊടപ്പനയുടെ ഇല കൊണ്ട് നമ്മൾ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കും കേട്ടോ. ഈ നമ്മുടെ കരിമ്പനയുടെ ഇല കൊണ്ട് ഉണ്ടാക്കിയതിനേക്കാളും ഇത്തിരി കൂടി സ്മൂത്താവും. കൂടുതൽ വലിയതായിട്ട് എഴുതാനൊക്കെ ആയിട്ടും വലിയ ഗ്രന്ഥകെട്ടുകളൊക്കെ പൊതുവെ അതുകൊണ്ടാണ് ഉണ്ടാക്കുക. പനയുടെ തണലിൽ ഓക്സിജൻ ധാരാളം ഉണ്ട് അത്ര. വിളഞ്ഞ പാനയുടെ തടി നേരത്തെ പറഞ്ഞല്ലോ, ഉത്തരം കഴുക്കോലൊക്കെ ഉപയോഗിക്കും. എന്താ കാരണം വെച്ചാൽ ചെതല് പിടിക്കില്ലേ. അക്കാനി എന്ന് പറഞ്ഞൊരു പാനീയുണ്ട്. ചെത്തിയെടുക്കണ പനങ്ങളിൽ നിന്ന് ഔഷധങ്ങളൊക്കെ ചേർത്ത് കാച്ചെടുക്കണതാണ് ഈ അക്കാനി എന്നാണ് പനങ്കൽ കണ്ട ഉണ്ടാക്കണം കേട്ടോ. ചവനപ്രാശത്തിലൊക്കെ ചേർക്കുന്നുണ്ട്. പനയുടെ കിഴങ്ങ് പനന്തോപ്പിൽ നിന്ന് എടുക്കുന്ന ഔഷധം. ഇത് 2 ഹൃദ്രോഗത്തിന് ഏറ്റവും ബെസ്റ്റാണെന്നാണ് പറയുന്നത്. പഴുത്ത പനന്തേങ്ങയുടെ ചാറ് അരിച്ച് അതിൽ ഉണക്കലരിയും പനങ്കൽക്കണ്ടവും നെയ്യും ഔഷധങ്ങളും ചേർത്തുണ്ടാക്കണ പനമ്പായസം ദിവസത്തിൽ 1 ഗ്ലാസ് കുടിച്ചാൽ പിന്നെ വൈകുന്നേരം വരെ ഒന്നും വേണ്ട, ഭയങ്കര ഊർജ്ജസ്വലതയാവുന്ന പറയണത്. അതേപോലെ പനങ്കല ചെത്തിയിട്ടാണ് കള്ളെടുക്കണത്. ആ കള്ള് നിന്ന് കുറുക്കിയിട്ടാണ് പനഞ്ചക്കര ഉണ്ടാക്കണത്. ഇവിടെയൊക്കെ ഇത് കരിപ്പെട്ടി എന്നാണ് പറയുക കേട്ടോ. അതും നല്ലതാണ്, ഓർഗാനിക്കാണ്. പനയുടെ നാര് നമ്മൾ ഒരുപാട് പാന്തകനാര് എന്നൊക്കെ പറയും. ഇല കെട്ടാനും വല കെട്ടാനും വേലി കെട്ടാനും ചൂണ്ടവള്ളിയായിട്ടും ഒക്കെ ഉപയോഗിച്ചിരുന്നു കേട്ടോ. പനയുടെ ഇത്തിക്കണ്ണി സമൂലം ഇടിച്ചു പൊടിച്ചിട്ട് ഔഷധങ്ങൾ ചേർത്ത് ലേഹിയാക്കി കഴിച്ചു വെച്ചാൽ ധാതുപുഷ്ടി കുറവുള്ളവർക്ക് നല്ലതാണ്. പനയുടെ കായ, പനവിരലെ പറയും ഞങ്ങളിവിടെ കൂമ്പ് എന്നാണ് പറയുക. അതിന് ആവിൽ തോലാതി ഭസ്മം പറയണ ഒരു ഇതുണ്ട് നമ്മുടെ നാട്ടുവൈദ്യത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. അതിന് ഇതൊരു ചേരുവയാണ് കേട്ടോ. നീരിന് ബെസ്റ്റാണ്. അതേപോലെ പനഞ്ചോറ്, അതും അതെ നല്ലതാണ്, ആരോഗ്യത്തിന് ഉത്തമമാണ്. അത് കോഴിക്കും താറാവിനൊക്കെ ഇട്ട് കൊടുക്കും ചെയ്യും കേട്ടോ. ഹൃദ്രോഗം, ഉന്മാദം, മൂത്രകൃച്ഛം, കരപ്പൻ, പ്രമേഹം, ഉദരരോഗങ്ങൾ, ലിവർ, കിഡ്നി രോഗങ്ങൾക്ക് ഇതൊക്കെ കരിമ്പന ഉപയോഗിക്കും. പനയുടെ നീര് ഉണക്കി പൊടിച്ചിട്ട് സെന്നാമുക്കിയും ആവണക്കണയും ചേർത്ത് സേവിച്ച വിഷനീരും ഉണങ്ങാത്ത വ്രണങ്ങളും ചൊറി, ചെരങ്ങ് ഇതൊക്കെ മാറും കേട്ടോ.